ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ RRB NTPCക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് NTPCയിൽ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ റെയിൽവേ എക്സാംസിന് ചോദിച്ചിട്ടുള്ള മിക്സഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ മിക്സഡ് ആയിട്ടുള്ള 15-16ഓളം ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽ ആയിട്ടും. അതുപോലെ തന്നെ എക്സാമിന് നിങ്ങൾ എങ്ങനെ അത് ചെയ്യണം എന്നുള്ള കാര്യവും ആ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ചെയ്യുന്നത്. ഈ ഒരു പ്ലേലിസ്റ്റിൽ തന്നെ റെയിൽവേയുടെ എക്സ്പ്രസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലേലിസ്റ്റിൽ തന്നെ അരിത്തമെറ്റിക്കിൻ്റെ ഒരുപാട് ക്ലാസ്സുകളും അതുപോലെ സെക്ഷൻ ഓരോ ടോപ്പിക്കായിട്ട് ഇലക്ഷൻ്റെ ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഇലക്ഷൻ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സെയിം സെല്ലിംഗ് പ്രൈസ് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഡിസോണസ്റ്റ് ഡീലറിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ എല്ലാവരും ഒരുപാട് അന്വേഷിക്കുന്ന ഒരുപാട് പ്രയാസമുള്ള സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം ഈ ഒരു ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരെല്ലാം ദയവായിട്ട് അതെടുത്ത് കണ്ട് പഠിക്കുക. അതുപോലെ തന്നെ മുന്നേ ബേസിക് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ എല്ലാം ക്ലാസ്സുകൾ ഈ ഒരു ചാനലിൽ തന്നെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇന്ന് നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ അതിന് മുന്നേ NTPCയുടെ ഓൺലൈൻ കോഴ്സ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. നമ്മുടെ ദിശ ലേണിംഗ് ആപ്പിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളെടുത്ത് ഡെമോ ക്ലാസ്സുകളൊക്കെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അതിൻ്റെ ക്വാളിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഏറ്റവും ബേസ് മുതൽ ഏത് ലെവൽ നിങ്ങൾ എക്സാമിന് വരുന്ന മാക്സിമം ലെവൽ വരെയുള്ള കാര്യങ്ങൾ കവർ ചെയ്യുന്ന ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കുക ഡീറ്റെയിൽസിന് വേണ്ടി. ഇത് ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസാണ്. ഇനി നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് പേര് ക്ലാസ് കണ്ടു, നിങ്ങളെല്ലാവരും ഇത് മനസ്സിലായി എന്ന് അറിയുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാമെന്നും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വഴിയും അതുപോലെ തന്നെ എക്സാമിന് ഏറ്റവും അടിപൊളിയായിട്ട് ഏറ്റവും ഷോർട്ട് കട്ട് വഴിയിൽ ഏറ്റവും സിമ്പിളായിട്ടും എങ്ങനെ ചെയ്യാമെന്നും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കുക നിങ്ങൾ. യെസ്, ഒന്ന് വായിച്ചു നോക്കേ. The average of 30 numbers is 55. Average of the first 15 numbers is 51 and the average of last 12 number is 56. What is the average of 68, 74 and the remaining 3 numbers? ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് 30 നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 55 ആണ്. അതിൽ ആദ്യത്തെ 15 എണ്ണത്തിൻ്റെ ആവറേജ് 51ഉം അടുത്ത ലാസ്റ്റിലുള്ള 12 എണ്ണത്തിൻ്റെ ആവറേജ് 56ഉമാണ്. ഇവിടെ 15 നമ്പറായി, ഇവിടെ 12 നമ്പറായി. അപ്പോൾ ടോട്ടൽ എത്ര നമ്പറായി? 15ഉം 12ഉം 27. ടോട്ടൽ 30 നമ്പറാണുള്ളത്. അതിൽ 27 നമ്പർ ഇവിടെ വന്നു, ബാക്കിയുള്ളത് 3 നമ്പേഴ്സാണ്. നമ്മുടെ ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാം. എല്ലാവരും ഈ ചാനലിൽ തന്നെ യൂട്യൂബിൽ കയറി സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് സെർച്ച് ചെയ്യുക. അപ്പോൾ ആ വീഡിയോ എടുത്തിട്ട് അത് ഡെയിലി എഴുതുക. ഡെയിലി എഴുതുക. കാൽക്കുലേഷന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഒരു എക്സാമിൽ, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഡെയിലി എല്ലാവരും ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ബുക്കിലൊക്കെ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടാൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം ആവറേജ് എന്ന് പറഞ്ഞാൽ സം ബൈ നമ്പറാണ്. ഇപ്പോൾ സം ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ എന്നൊക്കെ പറഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള സൊല്യൂഷൻസ് ആയിരിക്കും നിങ്ങൾ കാണുന്നത്. പക്ഷേ ഈ ഒരു ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ഡീവിയേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കുറച്ച് പേരുടെ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ ഇട്ട സമയത്ത് ഏറ്റവും ഫാസ്റ്റായിട്ട് ഈ ക്വസ്റ്റ്യനൊക്കെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി 10 സെക്കൻഡിൽ താഴെ എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ 15 സെക്കൻഡിൽ താഴെ എടുക്കത്തുള്ളൂ. പക്ഷെ അങ്ങനെയുള്ള മെത്തേഡ്സ് അല്ല നിങ്ങൾക്ക് വേണ്ടുന്നത് എന്ന് എനിക്ക് മനസ്സിലായ കാര്യം. നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ വേണം.
CGL ലെവലിൽ പഠിക്കുന്നവരെ പോലെ അല്ല. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഓരോ ക്വസ്റ്റിനും നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് കട്ട് ആയാലും ഏറ്റവും ബേസ് രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് നമ്മൾ പോകത്തുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് ഡീവിയേഷൻ എന്താണെന്ന് നോക്കാം. ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ആവറേജിൽ നിന്നുള്ള ചേഞ്ചിനെയാണ് പറയുന്നത് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡീവിയേഷനെ പറ്റിയൊക്കെ NTPCയുടെ ഒരു ആപ്ലിക്കേഷൻ, ദിശ ആപ്ലിക്കേഷനകത്ത് ഡെമോ ക്ലാസ്സിൽ ഒരു ആവറേജിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഡീവിയേഷൻ എന്താണെന്നൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ആവറേജിൻ്റെ ടോപ്പിക്ക് മാത്രമാകുമ്പോൾ അതിനകത്ത് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 30 നമ്പറിൻ്റെ ആവറേജ് എന്താണ്, 30 നമ്പറിൻ്റെ ആവറേജ് 55ആണ്. അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം എല്ലാ നമ്പരും 55 55 55 അങ്ങനെ. ഈ ക്വസ്റ്റിനെ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്നത് ലാസ്റ്റ് ഞാൻ പറയാം, ഏറ്റവും ഒരു സ്റ്റെപ്പിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എങ്ങനെ ചെയ്യാമെന്ന് പറയാം. ഇപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡീവിയേഷൻ, ഇപ്പോൾ ഇനി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ എല്ലാ ടൈപ്പും ഇതുപോലത്തുള്ള എല്ലാ ടൈപ്പും ചെയ്യാൻ വേണ്ടിയുള്ള കാര്യം പറഞ്ഞുതരാം. അപ്പോൾ 30 നമ്പർ ഞാൻ 55 55 55 അങ്ങനെ അസ്യൂം ചെയ്യണം. അപ്പോൾ അതിൽ ഫസ്റ്റ് 15 എണ്ണത്തിൻ്റെ ആവറേജ് എത്രയാണ്, 51 വന്നത്. അപ്പോൾ ആദ്യത്തെ 15 എണ്ണം ആവറേജിൽ നിന്നും, ഒറിജിനൽ ആവറേജിൽ നിന്നും എത്ര കുറവാണ്, 4 കുറവാണ്. അങ്ങനെ എത്ര എണ്ണത്തിന്, 15 എണ്ണത്തിന്. അപ്പോൾ 15 ഇൻറ്റു എല്ലാത്തിനും എന്താണ്, 4 വെച്ച് കുറവാണ്. ഇനി ബാക്കി 12 എണ്ണത്തിനോ 56 ആണ്. 55 ആയിരുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചേഞ്ച് ഒന്നുമില്ല, ബാക്കിയുള്ളത് 55 വെച്ച് വന്നേനെ. ലാസ്റ്റ് 12 എണ്ണം എന്താണ്, അതിന് 12 എണ്ണത്തിന് 55 പകരം എത്രയാണ്, 56 ആണ്. അതായത് 1 വെച്ച് എന്താണ് കൂടുതലാണ്. ഇവിടെ -4 ആയിരുന്നു, 55 നിന്നും 4 കുറച്ചായിരുന്നു അവിടുത്തെ ഡീവിയേഷൻ ഒരെണ്ണത്തിൻ്റെ. അങ്ങനെ 15 എണ്ണത്തിൻ്റെ വരുമ്പോൾ 15 ഗുണം -4. ഇവിടെ 12 എണ്ണമുണ്ട്. എത്രയാണ് ഡീവിയേഷൻ, ചേഞ്ച്, സമ്മിലുള്ള ചേഞ്ചിനെയാണ് നമ്മൾ ഡീവിയേഷൻ എന്ന് പറയുന്നത്, ആവറേജിൽ നിന്നും ഉള്ള ചേഞ്ച്. അപ്പം അങ്ങനെ ടോട്ടൽ സമ്മിൽ വരുമ്പോൾ എന്ത് ചെയ്യും, അതിനെ ഡീവിയേഷൻ എന്ന് പറയും. ഇവിടെ 55 നിന്നും 56 ആണ്, ബാക്കി 12 എണ്ണത്തിന് 1 കൂടുന്നത്. അങ്ങനെ എത്ര എണ്ണം, 12 എണ്ണം. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ ഇപ്പോഴത്തുള്ള ഡീവിയേഷൻ. പക്ഷെ നമ്മുടെ ടോട്ടൽ ഡീവിയേഷൻ എന്തായിരിക്കും, 0 ആയിരിക്കും. ആവറേജിൽ നിന്നുള്ള ടോട്ടൽ ചേഞ്ച് എന്തായിരിക്കും, ടോട്ടൽ ചേഞ്ച് അല്ലെങ്കിൽ ടോട്ടൽ ഡീവിയേഷൻ എന്തായിരിക്കും, ഡീവിയേഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ഡീവിയേഷൻ 0 എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ബാക്കി എത്ര നമ്പേഴ്സ് ഉണ്ട്, ബാക്കി 3 നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ എത്ര ഡീവിയേഷൻ വന്നത്, 15 ഇൻറ്റു -4, ഇവിടെ -60ഉം 12 ഇൻറ്റു 1 12. അതായത് ഡീവിയേഷൻ എത്ര വന്നത്, -60 + 12 -48ൻ്റെ ഡീവിയേഷനാണ് വന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഇവിടെ 15 പേരുണ്ട്, ഇവിടെ 12 നമ്പേഴ്സ് ഉണ്ട്. 27 നമ്പേഴ്സിന് നമ്മൾ എഴുതിയ സമയത്ത് 55 55 55 അങ്ങനെ കൊടുത്ത സമയത്ത് അവർക്ക് എക്സ്ട്രാ ആയിട്ട് എത്ര വന്നു, അല്ലെങ്കിൽ അവർക്ക് 48ൻ്റെ കുറവ് വന്നു. അപ്പോൾ ഈ 48ൻ്റെ കുറവ് എന്തിലാണ്, ഇത് സമ്മിലുള്ള ചേഞ്ച് ആണ് കേട്ടോ, സമ്മിലാണ്. അല്ലെങ്കിൽ നമ്മൾ നമ്പർ ഇൻറ്റു ആവറേജ് ഇതാണ് നമ്മുടെ ഡീവിയേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സം എന്ന് പറയുന്നത്. അപ്പോൾ 48 അവിടെ സമ്മിലുള്ള ചേഞ്ച് വന്നത്. പക്ഷേ നമ്മളുടെ ആവറേജിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് 30 എണ്ണത്തിന് ആവറേജ് 55 ആണെങ്കിൽ 27 എണ്ണം ചെയ്തപ്പോൾ 48 നമുക്ക് അവിടെ സമ്മിൽ ചേഞ്ച് വന്നെങ്കിൽ, അപ്പോൾ ബാക്കിയുള്ള 3 നമ്പേഴ്സിൻ്റെ സം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ബാക്കിയുള്ള 3 നമ്പേഴ്സിൻ്റെ സം എന്ന് പറഞ്ഞാൽ 3 ഗുണം 55 ഓൾറെഡി ഉണ്ട്, എന്തായാലും 55 അവരുടെ കാണും. അതിൻ്റെ കൂടെ ഇവരുടെ കയ്യിൽ നിന്നും കുറഞ്ഞ 48 ആരുടെ കാണും, ഇവരുടെ 3 പേരുടെയിൽ കാണും. ഇതിനെയാണ് ടോട്ടൽ ഡീവിയേഷൻ 0 ആണെന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ -48 ഇവിടെ 27 പേർക്ക് 48 കുറഞ്ഞു എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 3 പേർക്ക് എന്ത് കാണും, അവരുടെ സമ്മിൽ ഈ 48 എന്താണോ കുറഞ്ഞത് അത് കൂടുതലായിരിക്കും. അപ്പോൾ ബാക്കിയുള്ളവരുടെ സം എത്രയാണ്, 48 കൂടുതലാണ്. അപ്പോൾ അവരുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്ര വരും, വാട്ട് ഈസ് ആവറേജ് ഓഫ് 68 74 ആണ് റിമൈനിങ് 3 നമ്പേഴ്സ്. അപ്പോൾ റിമൈനിങ് 3 നമ്പേഴ്സിൻ്റെ സമ്മ് നമുക്ക് കണ്ടുപിടിക്കാം. 3 ഗുണം 55 165 ആണ്, 150ഉം 15 165 ആണ്. അതിൻ്റെ കൂടെ 48 കൂട്ടണം, 165 കൂടെ 40 കൂട്ടിയാൽ 205, 205 8ഉം 213 ആണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ലാസ്റ്റ് 3 നമ്പേഴ്സിൻ്റെ ഇപ്പോൾ ആവറേജിൻ്റെ ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് 3 നമ്പേഴ്സിൻ്റെ സമ്മ് നമുക്ക് എന്ത് കിട്ടി, സമ്മിൻ്റെ കൂടെ സമ്മാണ് കൂട്ടും, 213 കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ആൻസർ വാട്ട് ഈസ് ആവറേജ് ഓഫ് 68 74 ആൻഡ് റിമൈനിങ് 3 നമ്പേഴ്സ്. അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ സം ഡിവൈഡഡ് ബൈ നമ്പർ ആണ്. സം എത്രയാണ്, 2 എണ്ണം വന്നു, ബാക്കി 3 എണ്ണത്തിൻ്റെ സമ്മ് നമുക്കറിയാം. ഓരോന്നായിട്ട് സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അവരുടെ സം 213 കണ്ടുപിടിച്ചു. ഡിവൈഡഡ് ബൈ നമ്പർ, എത്ര നമ്പേഴ്സ് ഉണ്ട് ഇവിടെ,
1 2 പിന്നെ ബാക്കി 3 എണ്ണം. അങ്ങനെ ഒന്നാമത്തെ 1 2 2 3 5 എണ്ണമാണ് ഉള്ളത്. അപ്പം നമുക്ക് എന്ത് ആൻസർ 68 74 213 കൂട്ടാം. ഇവിടെ 60 ആക്കുക, 70 ആക്കി 210 ആക്കുക. 210 കൂടെ 70 തൊട്ട് 280 60 340 പിന്നെ 348 4 352 3 355 355 ഡിവൈഡ് ബൈ 5 7 1. എങ്ങനെയാണ് ഡിവിഷൻ ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും ആ ഒരു പ്ലേലിസ്റ്റിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞതും കാൽക്കുലേഷൻ ട്രിക്ക് 2 വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 71 നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇത്രയും കാര്യം ഇതിനു വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. നമ്മൾ വെറുതെ ഒരു ക്വസ്റ്റ്യൻ എടുത്ത ഷോർട്ട് കട്ട് വഴി പറഞ്ഞ് പോകുന്നതിനേക്കാളും നല്ലത് അതിൻ്റെ കാര്യങ്ങൾ ഡീവിയേഷൻ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്ന് ചെയ്യുന്നതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളുടെ എക്സാം മെത്തേഡിൽ എങ്ങനെ ചെയ്യാൻ പറ്റും. എക്സാം മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എക്സാം, ഞാൻ വീണ്ടും പറയുന്നു, എക്സാം എന്ന് പറഞ്ഞാൽ ഒരു വാറാണ്. അപ്പം നമ്മൾ ഒരിക്കലും ഒരു യുദ്ധത്തിന് പോകുമ്പോൾ അവിടെ പോയല്ല കാര്യങ്ങളൊക്കെ ഡീവിയേഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നതും ഓരോന്ന് എഴുതി നോക്കുന്നതും അവിടെ പോയല്ല. നമ്മൾ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോയിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, പെർഫോം ചെയ്യുകയാണ്. അപ്പം അങ്ങനെ നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിച്ചിട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കണം ഈ ക്വസ്റ്റ്യൻ പെർഫോം ചെയ്യേണ്ടത്. 30 എണ്ണത്തിൻ്റെ ആവറേജ് 55ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യുവാണ്, എൻ്റെ മെത്തേഡ് പറയുവാണ്. 30 എണ്ണം 55ആണ്, 15 എണ്ണം 12 എണ്ണം തന്നിട്ടുണ്ട്, ബാക്കി 3 എണ്ണമാണ് ഉള്ളത്. ടോട്ടൽ എല്ലാത്തിൻ്റെയും കൂടെ ആവറേജ് ആണ് വേണ്ടത്. എക്സ്ട്രാ ആയിട്ട് 68 77 തന്നിട്ടുണ്ട്. ഇത് സ്പീഡിലായിരിക്കും ഞാൻ പറയുന്നത്. സ്പീഡിൽ പറയുവാണ്. 15 എണ്ണത്തിന് എത്ര കുറവ്, 4 വെച്ച് കുറവാണ്. അതായത് 60ൻ്റെ കുറവുണ്ട്, -60 മൈൻഡിൽ വെക്കാം. 12 എണ്ണത്തിന് 1 കൂടുതലാണ്, +12 ആണ്. അപ്പോൾ -12 പ്ലസ് -60 + 12 -48ൻ്റെ കുറവുണ്ട്. അപ്പോൾ ബാക്കി അവർക്ക് 48ൻ്റെ കൂടുതൽ കാണും സമ്മിൽ. അപ്പോൾ അവരുടെ സമ്മ് എന്ന് പറഞ്ഞാൽ 55 × 3 165 165 48 213 അവർക്ക് സമ്മുണ്ട്. ഇപ്പോൾ 213 സമ്മുണ്ട്. നമുക്ക് നമ്മുടെ ആൻസർ 213 അധികം 68 എഴുതിയാൽ എത്രയാണ്, 130 130 12 142. അപ്പം നിങ്ങളുടെ കാൽക്കുലേഷൻ ആണ്, ഇത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. എത്ര വരും നമുക്ക്, 65 55 355. അപ്പം 355 ആണ്, സോറി യെസ് 355 ആണ് അവരുടെ സമ്മ്. 355 ഡിവൈഡ് ബൈ നമ്പേഴ്സ് 5 355 ബൈ 5 71 ആൻസർ കൊടുക്കാം. അപ്പോൾ ഇത്രയും ഒരു കാര്യം വേണമെങ്കിൽ ഇതിലും കുറച്ച് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ കാൽക്കുലേഷൻ്റെ സ്പീഡ് നിങ്ങൾക്ക് എത്ര കൂടുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൊല്യൂഷൻ്റെ സ്റ്റെപ്പ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ പുതുതായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, PSC ഒക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇത് ശ്രദ്ധിക്കുക, കാര്യം മനസ്സിലാക്കുക, എന്താണെന്ന് ബേസ് മുതൽ പഠിക്കുക. ഓരോ ചാപ്റ്ററും ബേസ് മുതൽ പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ക്വസ്റ്റ്യൻസ് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. എക്സാം മെത്തേഡിൽ ഇങ്ങനെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് അഡ്വാൻസ് ആയിട്ട് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം, ഈ മെത്തേഡും ഉപയോഗിക്കാം. ഈ ഒരു ആവറേജിൻ്റെ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഈ ഒരു ഡീവിയേഷൻ്റെ കൺസെപ്റ്റ് വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇത് കുഴപ്പമില്ല, സമയം എടുത്താലും നമുക്ക് ഓരോ ക്വസ്റ്റ്യനും എന്ത് ചെയ്യാം, പഠിച്ച് തന്നെ മുന്നോട്ട് പോകാം. യെസ്. അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ടായിരിക്കും, ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്താൽ പോരെ. മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറേ സമയം എടുത്തു. നിങ്ങൾ ഈ ഒരു മെത്തേഡ്, അതുകൊണ്ടാണ് എക്സാം മെത്തേഡ് ഞാൻ കാണിക്കുന്നത്. മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിൻ്റെ സ്പീഡ് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടത്തില്ല, ഇതിൻ്റെ സ്പീഡ്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കേ. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഒക്കെ ബേസിക് ക്ലാസ് ഈ ചാനൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എടുത്ത് നോക്കാവുന്നതാണ് കേട്ടോ, ഒക്കെ എടുത്ത് പഠിക്കാവുന്നതാണ്. ബേസിക് ആയിട്ടുള്ള ക്ലാസ് മുതൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെയ്തിട്ടുണ്ട്. 3 4 5 ക്ലാസ്സോളം ചെയ്തിട്ടുണ്ട്. എങ്ങനെ ചെയ്യാൻ പറ്റും, ചെയ്തേ. യെസ്. The ratio between the market price and cost price of an article is 5:3. If the selling price of the article is 3024 and the shopkeeper gave 2 successive discounts of 16% and 20%, then how much is the profit അല്ലെങ്കിൽ ലോസ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ട്രൈ ചെയ്ത് നോക്കേ. യെസ്. ഓക്കെ,
ക്വസ്റ്റ്യൻ ചെയ്താൻ പറ്റുമെന്ന് നോക്കാം. ഇനി ഞാൻ എൻ്റെ മെത്തേഡ് പറഞ്ഞുതരാം. ഇവിടെ നോക്കേ, ദ റേഷ്യോ ബിറ്റ്വീൻ മാർക്ക്ഡ് പ്രൈസ് ആൻഡ് കോസ്റ്റ് പ്രൈസ് 5:3. അതായത് മാർക്ക്ഡ് പ്രൈസ് 5 ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് 3 ആണ്. എനിക്കിതിനെ എങ്ങനെ വേണമെങ്കിലും എഴുതാം, റേഷ്യോ ചേഞ്ച് ആവാതിരുന്നാൽ മതി. അപ്പം ഞാൻ എൻ്റെ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി മാർക്ക്ഡ് പ്രൈസും കോസ്റ്റ് പ്രൈസും, മാർക്ക്ഡ് പ്രൈസിനെ ഞാൻ ഇനി 20 കൊണ്ട് ഗുണിക്കുകയാണ്. ഈ ഒരു റേഷ്യോയെ 20 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ 20 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ എന്ത് വരും? 20 × 5, മാർക്കറ്റ് പ്രൈസ് 100 യൂണിറ്റ് വരും, കോസ്റ്റ് പ്രൈസ് 60 വരും. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് 100 ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്ര വരുന്നത്? 60 ആണ്. എപ്പോഴും ഡിസ്കൗണ്ട് കൊടുക്കുന്ന എന്തിലാണ്? മാർക്ക്ഡ് പ്രൈസിലാണ്. മാർക്ക് ചെയ്തിരിക്കുന്ന കോസ്റ്റിലാണ് നമ്മൾ എപ്പോഴും എന്ത് കൊടുക്കുന്നത്? ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ 100 ആയിരുന്നു എൻ്റെ മാർക്കറ്റ് പ്രൈസ് എങ്കിൽ, 100 ആയിരുന്നു എൻ്റെ മാർക്കറ്റ് പ്രൈസ് എങ്കിൽ ഞാൻ എത്ര രൂപയ്ക്ക് ഇത് വിറ്റാണ്? എത്ര രൂപയ്ക്ക് ഞാൻ വിറ്റാണ്? 100ൻ്റെ സാധനം 2 ഡിസ്കൗണ്ടാണ്. ആദ്യമേ 16% ഡിസ്കൗണ്ടും പിന്നെ 20% ഡിസ്കൗണ്ട്. അപ്പോൾ 100-ൽ നിന്ന് 14% ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര രൂപയ്ക്ക് വിൽക്കും? 16%. 100ൻ്റെ 16% എന്ന് പറഞ്ഞാൽ 16 തന്നെയാണ്, 84 രൂപയായിരിക്കും 16% ഡിസ്കൗണ്ടിന് ശേഷമുള്ള വില. ഇവിടുന്ന് പിന്നെ എന്ത് ചെയ്യുന്നു? 20%. പ്രീവിയസ് ആയിട്ട് വന്ന NDPCയുടെ തന്നെ ക്വസ്റ്റ്യൻ ആണിത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് ഇതിനെ മിക്സഡ് പ്രാക്ടീസ് എന്ന് ഞാൻ പറഞ്ഞത്. ഇതിൽ നിന്നും ഇതിൻ്റെ 20%. 20% എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 10% 8.4 ആണ്. ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ പെർസെൻറ്റേജിൻ്റെ ക്ലാസ് എടുത്ത് കാണുക. 10% 8.4 ആണ്. 20% 8.4ൻ്റെ ഇരട്ടിയാണ്. 10ൻ്റെ ഇരട്ടിയാണ് 20. 8.4 ഇരട്ടി 16.8 ആണ്. അപ്പോൾ ഇതിൽ നിന്നും 16.8 കുറയ്ക്കണം. 84-ൽ നിന്ന് 16 കുറച്ചാൽ 74 - 6 68 ആണ്. 68-ൽ നിന്നും 0.8 കുറയ്ക്കുക, 67.2. അതിൻ്റെ അർത്ഥം എന്താ? മാർക്കറ്റ് പ്രൈസ് 100 ആണെങ്കിൽ വിൽക്കുന്നത് ഈ സക്സസീവ് ഡിസ്കൗണ്ടിന് ശേഷം വിൽക്കുന്ന സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? 67.2 ആയിരിക്കും. ഈ 67.2-ന് പകരമാണ് അപ്പോൾ നമ്മുടെ മാർക്കറ്റ് പ്രൈസ് 100-ഉം കോസ്റ്റ് പ്രൈസ് 60-ഉം സെല്ലിംഗ് പ്രൈസ് 67.2 ആണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്? 60ൻ്റെ കോസ്റ്റ് പ്രൈസ് 67.2-ന് വിൽക്കുന്നു. അപ്പോൾ ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലിംഗ് പ്രൈസിനേക്കാളും കോസ്റ്റ് പ്രൈസിനേക്കാളും എത്ര കൂടുതലാണ് നമ്മൾ വിറ്റത്. ഇത് ഫോർമുലയായിട്ടൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ബേസിക് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതെല്ലാം 7.2 യൂണിറ്റ് ആയിരിക്കും ആ ഒരു സമയത്തെ പ്രോഫിറ്റ് എന്ന് പറയും. അപ്പോൾ നമുക്ക് എന്തായിരിക്കും? ഈ കേസിൽ എപ്പോഴും പ്രോഫിറ്റ് തന്നെ ആയിരിക്കും, ലോസ് എന്തായാലും സംഭവിക്കത്തില്ല. ഒന്നുകിൽ ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. എപ്പോഴും നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻസിനെ നന്നായിട്ട് എന്ത് ചെയ്യണം? ഒബ്സർവ് ചെയ്യണം. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒറിജിനലായിട്ട് തന്നിട്ടുള്ള എന്താണ്? സെല്ലിംഗ് പ്രൈസ് ആണ്. 3024 രൂപയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് എന്താ? 100 ആയിരുന്നു മാർക്കറ്റ് പ്രൈസ്, 60 ആണ് കോസ്റ്റ് പ്രൈസ് എന്നുണ്ടെങ്കിൽ 67.2 സെല്ലിംഗ് പ്രൈസ്, 7.2 ആണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 67.2, നമുക്ക് കിട്ടിയ 67.2ൻ്റെ ഒറിജിനലായിട്ടുള്ള വാല്യൂ എത്രയാണ്? 3024. അപ്പോൾ 67.2ൻ്റെ ക്വസ്റ്റ്യനിൽ 67.2ൻ്റെ വാല്യൂ ആണ് ഒറിജിനലായിട്ട് 3024 അവർ തന്നിട്ടുള്ളത്. നമുക്ക് വേണ്ടത് പ്രോഫിറ്റ് എത്ര ആണെന്നാണ്. ഇവിടെ പ്രോഫിറ്റ് ആണ് എത്രയാണ്? 7.2ൻ്റെ വാല്യൂ ആണ് വേണ്ടത്. 67.2ൻ്റെ വാല്യൂ അറിയാം 3024, എന്നാൽ 7.2ൻ്റെ വാല്യൂ ആണ് വേണ്ടത്. ഇതാണ് നമ്മുടെ ആൻസർ അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യാം? കാൽക്കുലേഷൻ ചെയ്യാം. ഇതും പോയിന്റും പോയി, ഇവിടുത്തെ പോയിന്റും പോയി. ഇവിടെ നിന്നുണ്ട് 13, 2, 15, 3 ഉണ്ട്. 3 വെച്ച് ക്യാൻസൽ ചെയ്യാം. വ്യത്യാസം അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇല്ല, നമുക്ക് നമ്മുടെ യൂണിറ്റിൻ്റെ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ എന്തോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോയിന്റും പോയി. ഇവിടെ 4 × 2 8 വന്നു. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു 2നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 8 വരണം? അപ്പോൾ നമ്മുടെ ആൻസറിൻ്റെ ഇവിടുത്തെ യൂണിറ്റിന് എന്തായാലും പറ്റൂ? 2നെ ഒന്നുകിൽ 4 കൊണ്ട് ഗുണിക്കണം, 8 വരാം. ഇവിടെ 4 വന്നേ പറ്റൂ. ഇവിടെ പ്രോഫിറ്റ് ഇവിടെ ഒരിക്കലും എന്ത് വരത്തില്ല? ഇവിടെ 5 വരത്തില്ല. ഇതിൻ്റെ ആൻസർ 225 ആണെങ്കിൽ 2 × 5 10. ഇവിടെ 0 ആയിരുന്നു വരേണ്ടത്. മനസ്സിലായോ? ഇവിടെ ആൻസർ എത്ര ആയിരിക്കും? ഓപ്ഷൻ എ 324 ആയിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ ഇതിനെ 3 വെച്ച് ക്യാൻസൽ ചെയ്തോ, ബാക്കിയെല്ലാം വെട്ടിക്കളഞ്ഞു, 4 വെച്ച് വെട്ടിക്കോ. അവസാനം വെട്ടിക്കിട്ടുന്ന ആൻസർ എത്ര തന്നെ ആയിരിക്കും? 324 തന്നെ ആയിരിക്കും. ഇതിൻ്റെ അർത്ഥം എന്താ? ഈ 3024 ഡിവൈഡഡ് ബൈ 672. അപ്പോൾ ഈ ഡിവൈഡഡ് ബൈ 672 ലെഫ്റ്റ് സൈഡിലുള്ളത് റൈറ്റിൽ പോകുമ്പോൾ ഇൻറ്റു 672 ആവും. അതേ ഇൻറ്റു 324 തന്നെ വരത്തുള്ളൂ. കാര്യം 4 × 2 8 ഇവിടെ ആണ്, ഇവിടെ 72 ഉണ്ട്. ഇവിടെ 2 × 4 ഇവിടെ 8 തന്നെ വരത്തുള്ളൂ.
അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള യൂണിറ്റിറ്റും റൈറ്റിലുള്ള യൂണിറ്റിറ്റും എന്താവണം, നമുക്ക് മാച്ചായേ പറ്റും. ഇവിടെ ഒരിക്കലും 225 വരത്തുമില്ല. ഈ രണ്ട് ഓപ്ഷനും നമുക്ക് ലോസ് അല്ല, നമുക്ക് എപ്പോഴും എന്താണ്, പ്രോഫിറ്റ് ആണ്. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ ക്വസ്റ്റിനകത്ത് കാൽക്കുലേഷൻ എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. അത് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴുമാണ് ഈ യൂണിറ്റ് ഡേറ്റും ഡിജിറ്റൽ സമ്മും അപ്രോക്സിമേഷനും എല്ലാം ചെയ്യുന്നത്. അത് ഒരുപാട് ക്വസ്റ്റ്യൻ എൻ്റെ കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താവും, ക്ലിയർ ആയിക്കോളും. അത് നമ്മുടെ അല്ലാത്ത കോഴ്സിലൊക്കെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പഠിക്കാൻ പറ്റും. ഇവിടെ നോക്കൂ, ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. ഈ മെത്തേഡിനെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മെത്തേഡ് ആക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഒരു 3-4 വട്ടം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ബുക്കിലൊക്കെ ഈ ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, ഇതിൻ്റെ കാര്യത്തെ ഫാസ്റ്റായിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ 5:3 എന്ന് പറഞ്ഞു, സക്സസീവായിട്ടുള്ള ഡിസ്കൗണ്ട് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇതിനെ 100 ആക്കി, അതേ ഉള്ളൂ. 100 ആക്കി. ഇപ്പോൾ 100 ആണ് മാർക്കറ്റ് പ്രൈസ് എങ്കിൽ 60 ആണ് കോസ്റ്റ് പ്രൈസ്. ഇപ്പോൾ 100-ൽ നിന്ന് 16% കുറച്ച് 84, 84-ൽ നിന്നും 20% കുറച്ചു 16.8 കുറച്ചു. ഇപ്പോൾ 84-ൽ നിന്നും 16 കുറച്ചു 68, അതിൽ നിന്നും 0.8 കുറച്ചു. അപ്പോൾ 67.2 ആണ് നമുക്ക് സെല്ലിംഗ് പ്രൈസ് വന്നത്. അതിൻ്റെ വാല്യൂ തന്നു 3024. നമുക്ക് എത്രയാണ്, 60 ആയിരുന്നു നമ്മുടെ കോസ്റ്റ് പ്രൈസ്, 7.2 ആണ് നമ്മുടെ പ്രോഫിറ്റ്. പിന്നെ ആൻസർ വേണം, യൂണിറ്റ് നോക്കി, ഇവിടെ 8 വന്നു, പ്രോഫിറ്റ് ആണ്. രണ്ടിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 8 വരും. ഇവിടെ 4 വന്നെങ്കിലേ പറ്റത്തുള്ളൂ. കാൽക്കുലേഷൻ ചെയ്താലും നിങ്ങൾക്ക് 324 എന്നായിരിക്കും ആൻസർ വരുന്നത്. എഴുതാനുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ, ബാക്കിയെല്ലാം കൺസെപ്റ്റ് ആണ്. ഓക്കെ, യെസ്, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലത്തുള്ള മെത്തേഡ്സ് ഒന്നും നിങ്ങൾ വേറെ എവിടെയെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസും ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടാണ് അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം ഇങ്ങനെ ആയിരിക്കണം എക്സാം ക്ലിയർ ചെയ്യുന്ന ഒരാൾ, ജോലി കിട്ടുന്ന ഒരാൾ ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റിനും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഇങ്ങനെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് പറയാവുന്നതാണ് കേട്ടോ. ഇതുപോലെ മതി, ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്കിനി മുതൽ ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം സമയമെടുത്ത് തന്നെ പഠിക്കാം. പക്ഷെ നമ്മുടെ മെത്തേഡ്സ് എന്തായിരിക്കും, ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ആയിരിക്കും. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ജിയോമെട്രിയിലെ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി ചെയ്യാൻ പറ്റും നോക്കേ. യെസ്, ഒന്ന് വായിച്ചു നോക്കി സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും നോക്കേ. മുന്നത്തെ ക്ലാസ്സിലെല്ലാം കാണുക കേട്ടോ എല്ലാവരും. യെസ്, യെസ്, കിട്ടിയോ ആൻസറിൻ്റെ? നമുക്ക് ചെയ്യാം. ഇവിടെ പറയുന്നു ABCD ഇസ് എ റെക്റ്റാങ്കിൾ. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ABCD റെക്റ്റാങ്കിൾ ആണ് വിത്ത് AB ആൻഡ് BC തന്നിട്ടുണ്ട്. O is the center of circle touching the 3 sides AB, BC and CD of a rectangle ABCD. Find the area of triangle OBC. അപ്പം നിങ്ങൾക്ക് NDPCക്ക് വരുന്നവർ ജിയോമെട്രി അധികം സീരിയസ് ആയിട്ട് കാണുന്നവരല്ല, അല്ലെങ്കിൽ ജിയോമെട്രി അധികം പഠിച്ചിട്ടുള്ളവരായിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് ജിയോമെട്രി നിങ്ങൾ പഠിക്കണം. അരിത്തമെറ്റിക് മാത്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അഡ്വാൻസ്ഡ് മാത്സ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജിയോമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ്. യെസ്, അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ കുറച്ച് നല്ല ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. ഇവിടെ റെക്റ്റാങ്കിൾ ഉണ്ട്. റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ചതുരമാണ്, ചതുരം. അപ്പോൾ ഈ ചതുരം ഏതൊക്കെയുള്ളത്, സോറി, ABCD, ABCD ആണ് നമ്മുടെ റെക്റ്റാങ്കിൾ. AB തന്നിട്ടുണ്ട്. യെസ്, ഓരോന്നിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് അവർ. 10 സെൻറ്റിമീറ്റർ, BC 8 സെൻറ്റിമീറ്റർ. ഒരു ചതുരത്തിൻ്റെ നീളവും ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് ആയിട്ടുള്ള എതിർവശങ്ങൾ തുല്യമായിരിക്കും.
ഇവിടെ 8 ആണെങ്കിൽ ഇവിടെ 8 ആണ്. ഇനി എന്താ ഇവർ പറയുന്നത്? ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൻ്റെ സെൻറ്റർ O ആണ്. ആ സർക്കിൾ എന്താ ചെയ്യുന്നത്? സർക്കിൾ ചെയ്യുന്നത് ടച്ചിങ് 3 സൈഡ്സ്, AB എന്ന് പറയുന്ന സൈഡ്, BC എന്ന് പറയുന്ന സൈഡ്, CD എന്ന് പറയുന്ന വശം. ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ 3നെ ടച്ച് ചെയ്യുന്നുണ്ട്, 4നെ ടച്ച് ചെയ്യുന്നില്ല. AD എന്ന് പറയുന്ന സൈഡിനെ ടച്ച് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഒരു സർക്കിൾ വരയ്ക്കാം. അപ്പോൾ സർക്കിൾ എന്തിനെയൊക്കെ ടച്ച് ചെയ്യുന്നത്? ഇതിനെയും ഇതിനെ ഇങ്ങനെ 3 എണ്ണത്തിനെ എന്ത് ചെയ്യുന്നു? ടച്ച് ചെയ്യുന്നു. അങ്ങനെ ഒന്നുകൂടെ സെറ്റാക്കാം. അവിടെ കുറച്ചൊന്ന് കൊടുക്കണം. യെസ്. ഈ ഒരു സർക്കിള് അതിൻ്റെ സെൻറ്റർ എന്താണ്? സെൻറ്റർ O ആണ്. ഇനി പറയുന്നു ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ OBC. OBC എന്ന് പറയുമ്പോൾ ദാ ഈ ഒരു ട്രയാങ്കിൾ. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് വേണ്ടത്. ഇപ്പോൾ ജോമെട്രി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഫിഗർ കറക്റ്റായിട്ട് വരച്ചു കഴിഞ്ഞാൽ പകുതി പ്രശ്നം തീർന്നു. ഫിഗർ കറക്റ്റായിട്ട് വരച്ചു കഴിഞ്ഞാൽ പകുതി പ്രശ്നം തീർന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ വേണം. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിക്കേണ്ടത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു അതിലേക്കുള്ള ഹൈറ്റ് ആണ് വേണ്ടത്. അത് നമ്മുടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൊരു ഫോമുല ഡയഗണൽ ഓഫ് സ്ക്വയർ. സ്ക്വയറിൻ്റെ ഡയഗണൽ. സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്താ? വികരണം. അതായത് ഇങ്ങനെയാണ് സ്ക്വയർ എന്നുണ്ടെങ്കിൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ സൈഡുകളും ഈക്വൽ ആയിട്ടുള്ള. ഇത് A ആണെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഈ ഒരു ലൈനെയാണ് നമ്മൾ ഡയഗണൽ എന്ന് വിളിക്കുന്നത്. ഒരു സ്ക്വയറിൻ്റെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? √2 × A ആയിരിക്കും. അപ്പോൾ √2 A ആയിരിക്കും അതിൻ്റെ ഡയഗണൽ. ഈ രണ്ട് ഫോമുല നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇനിയെങ്കിലും ചെയ്ത് നോക്കി. യെസ്. ഇവിടെ നമുക്ക് കുറച്ച് കൺസ്ട്രക്ഷൻ എക്സ്ട്രാ ആയിട്ട് വരയ്ക്കേണ്ട കാര്യമുണ്ട്. കുറച്ച് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്വസ്റ്റിനും എളുപ്പമായിരിക്കത്തില്ല, എല്ലാ ക്വസ്റ്റിനും ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു ലൈൻ നേരെ വരച്ചു. ഇത് സെൻറ്റർ ആയതുകൊണ്ട് നമുക്ക് പറയാം ഈ ഒരു ഡിസ്റ്റൻസും എന്തായിരിക്കും? സെയിം ആയിരിക്കും, റേഡിയസ് ആയിരിക്കും. BC എന്ന് പറയുന്ന ലൈനും രണ്ട് സ്ട്രേറ്റ് ആണ്. അതായത് ഇതെല്ലാം 90 ഡിഗ്രിയാണ്. ഒരു ചതുരമാണെങ്കിൽ എല്ലാ ആംഗിളും എന്താണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം ഞാനിങ്ങനെ ഇതും ജോയിൻ ചെയ്തു. അപ്പോൾ ഇതും എല്ലാം ഈക്വൽ ആണ്, റേഡിയസ് ആണ്, ഇതെല്ലാം ഈക്വൽ ആണ്. അപ്പോൾ എന്താണ്? ഇത് രണ്ടും പാരലൽ നമ്മുടെ ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ 90 ഡിഗ്രിയാണ്. ഇതൊരു ടാൻജൻറ്റും റേഡിയസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ്. ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിലെ ഒരു പോയിന്റിനെ ടച്ച് ചെയ്യുന്നു. ഇത് ആദ്യമായിട്ട് ജോമെട്രി ഒന്നും പഠിച്ചിട്ടില്ലാത്തവർക്ക് ഈ ക്വസ്റ്റ്യൻ നല്ല പ്രയാസമായിരിക്കും. തിയറംസും കാര്യങ്ങളൊക്കെ അറിഞ്ഞാലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ടാൻജൻറ്റും ഇവിടെ റേഡിയസും ഉണ്ടാക്കുന്ന ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ രണ്ട് 90 ഡിഗ്രി, രണ്ട് 90 ഡിഗ്രി ഉള്ള ലൈനുകൾ വരച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് പാരലായിരിക്കും, സമാന്തരമായിരിക്കും. എന്താണ്? ഇത് 90 ആണ്, ഇത് പാരലായതുകൊണ്ട് ഇതെല്ലാം എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇത് 8 ആണെങ്കിൽ ഇത് എന്ത് തന്നെ ആയിരിക്കും? സെയിം ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും, 8 തന്നെ ആയിരിക്കും. അതിൽ ഇത് രണ്ട് ഈക്വൽ ആണ്. ON-ഉം ഇവിടെ M കൊടുത്തു, ഇത് N കൊടുത്തു. ON-ഉം OM-ഉം ഈക്വൽ ആയിരിക്കും. ഇപ്പം എന്ത് പറയാം? ഇത് 4 ആണെങ്കിൽ ഇതും 4 ആയിരിക്കും. ഇത് 4 ആണ്, ഇതെല്ലാം 90 ഡിഗ്രി ആണ്. അപ്പോൾ ഇത് 4 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 4 ആയിരിക്കും. ഇതും എല്ലാം 90 ഡിഗ്രി ആയതുകൊണ്ട് എല്ലാം എന്താണ്? ഈക്വലും ആണ്. എല്ലാം ഈക്വലും ആയിരിക്കും. ഇതും ഈക്വൽ ആയിരിക്കും. ഇത് 4 ആയതുകൊണ്ട് ഇതും എന്താണ്? 4 ആണ്, ഇത് 4 ആണ്. ഇവിടെ ഇത് 4 ആണ്, ഇവിടെ 4 ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇതും 4 ആയിരിക്കും, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇതും 4 ആയിരിക്കും. അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് രണ്ട് സ്ക്വയറുകൾ അവിടെ കിട്ടി. രണ്ട് സ്ക്വയറുകൾ ഏതൊക്കെ കിട്ടിയേ? സ്ക്വയർ ഇവിടെ ഞാൻ P എന്ന് കൊടുക്കുകയാണ്. സ്ക്വയർ OPCM-ഉം അതുപോലെ സ്ക്വയർ OP
OBN. രണ്ടും എന്താണ്? രണ്ട് സ്ക്വയറുകളാണ്. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എക്സാമിന് നിങ്ങൾ എന്ത് ചെയ്യാം എന്നുള്ള കാര്യവും പറഞ്ഞു. ഈ രണ്ടും എന്താണ്? രണ്ടും സ്ക്വയറുകളാണ്. ഇനി എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് OC കണ്ടുപിടിക്കാം. രണ്ട് സ്ക്വയറുകളായതുകൊണ്ട് ഇതെല്ലാം എന്താണ്? ഈക്വൽ ആണ്, സെയിം പോലെയാണ്, മേളിലും താഴെ സെയിം സിമെട്രി ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? OC എന്ന് പറയുന്ന ലെങ്തും OB എന്ന് പറയുന്ന ലെങ്തും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. OC OB എന്ന് പറഞ്ഞാൽ എന്താ? ഇതുപോലെ ഒരു സ്ക്വയറിനകത്തുള്ള ഡയഗണലാണ്, ഒരു സ്ക്വയറിനകത്തുള്ള വികരണമാണ്. വികരണം അല്ലെങ്കിൽ ഡയഗണലാണ്. നമുക്ക് OC അല്ലെങ്കിൽ OB എന്ത് കൊടുക്കാം? സൈഡ് 4 ആണ്, സൈഡ് A ആണ് എന്നുണ്ടെങ്കിൽ ഡയഗണൽ ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ √2 × A ആണ്. സൈഡ് 4 ആണ് എന്നുണ്ടെങ്കിൽ √2 × 4 ആണ്, അല്ലെങ്കിൽ 4√2 ആണ് നമ്മളുടെ OC അല്ലെങ്കിൽ OB എന്ന് പറയുന്നത്. നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടി 4√2 എന്ന് കിട്ടി. 4√2 എന്ന് കിട്ടി. ഇവിടുത്തെ വാല്യൂ എന്ത് കിട്ടി? 4√2 കിട്ടി. നമുക്ക് കിട്ടുന്ന ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകൾ നമുക്ക് കിട്ടി, 3 സൈഡുകൾ കിട്ടി. 4√2 4√2. ഇവിടെ ഇത് ഹൈറ്റ് 4 എന്ന് കിട്ടി. അപ്പം നമുക്കിവിടെ ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, കാര്യം 4√2 കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു OBC ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടുമായിരുന്നു. ഇപ്പം ഏരിയ ഓഫ് ട്രയാങ്കിൾ OBC ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നത് വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ചിലപ്പോൾ ഇതിന്റെ വാല്യൂ ചോദിക്കും, OCയുടെ ലെങ്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ക്വസ്റ്റ്യൻ ചിലപ്പോൾ അങ്ങനെ വരാം. ഏരിയ ഓഫ് OBC എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഹാഫ് ഇൻറ്റു ആ ഒരു ട്രയാങ്കിളിൻ്റെ അതാ OBC. ഞാനിത് നേരെ വരച്ചു കഴിഞ്ഞാൽ OBC ഞാൻ നേരെ വരയ്ക്കുവാണ്. ഇപ്പോൾ താഴെ BC എന്ന് പറഞ്ഞാൽ 8 ആണ്, ബേസ് 8 ആണ്. നമ്മൾ ആ ഹൈറ്റ് കണ്ടുപിടിച്ചു. ഹൈറ്റിൻ്റെ ലെങ്ത് എത്ര കണ്ടുപിടിച്ചു? എത്ര? 4 എന്ന് കണ്ടുപിടിച്ചു. ഹൈറ്റ് 4 എന്ന് കണ്ടുപിടിച്ചു. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് ഇവിടെ ഉള്ളത്. OBC റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയേണ്ട, 4√4 ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. രണ്ട് സൈഡ് ഈക്വൽ ആണ്. ഇവിടെ താഴെ തന്നിട്ടുണ്ട് ഹൈറ്റ് കണ്ടുപിടിച്ചു 4. നമുക്ക് ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് 8 × ഹൈറ്റ് 32 പകുതി 16 സെന്റിമീറ്റർ സ്ക്വയർ. നമുക്ക് ആൻസർ കിട്ടും. ഈ 4√2 കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. OBC 4√2 കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഏരിയസ് OBC കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത്രയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എക്സാമിന് വേണ്ട. ഫിഗർ വരയ്ക്കണം. എക്സാമിൻ്റെ മെത്തേഡ് പറഞ്ഞുതരാം. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. എല്ലാം പഠിക്കുമ്പോൾ ബേസ് മുതൽ നന്നായിട്ട് പഠിക്കും. ഇനി എക്സാം മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ABCD റെക്റ്റാങ്കിൾ ആണ്. സ്പീഡിൽ വരയ്ക്കുക, വലുതായിട്ട് വരയ്ക്കുക കേട്ടോ. നിങ്ങൾ പേപ്പർ വരയ്ക്കുമ്പോൾ വലുതായിട്ട് വരയ്ക്കുക. കാൽക്കുലേറ്റർ അലൗഡ് ആണോ എന്ന് ചോദിച്ചാൽ അലൗഡ് അല്ല. കാൽക്കുലേറ്റർ അലൗഡ് അല്ല. ബേസായിട്ട് പഠിച്ചെങ്കിൽ പറ്റും. ABCD റെക്റ്റാങ്കിൾ ആണ്. AB എന്നിട്ടുണ്ട്, BC എന്നിട്ടുണ്ട്. ഇതും 10 ആയിരിക്കും, ഇത് 8 ആയിരിക്കും. 3 സൈഡിലായിട്ട് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞു. സർക്കിൾ വരച്ചു. സെൻറ്റർ O ആണ്. നമുക്ക് BCയും CDയും ടച്ച് ചെയ്തു. ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ OBC. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് വേണ്ടത്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഓൾറെഡി 8 അവിടെ ഉണ്ട്. നമുക്ക് എന്ത് വേണം? ഇതിലോട്ടുള്ള ഹൈറ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നേരെ വരച്ചു. അപ്പോൾ ഇത് 90 ഡിഗ്രി ആണ്, ഇത് 90 ഡിഗ്രി ആണ്. അപ്പോൾ ഇത് എന്ത് തന്നെ ആയിരിക്കും? 90 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി. ഇതിനകത്ത് പകുതി സ്ട്രൈറ്റ് ലൈൻ ആണ്. ഇത് പകുതിയാണ്. ഇത് 8 ആണ്. 4 അപ്പോൾ ഇത് 4 ആയതുകൊണ്ട് ഇത് എന്താണ്? 4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഹൈറ്റിൻ്റെ വാല്യൂ കിട്ടി, 4 എന്ന് കിട്ടി. റേഡിയസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഈ 4 കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. സ്ട്രേറ്റ് വരച്ച് കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? ഇത് റേഡിയസ് ആണ്. ഈ 4 എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ആണ്. നിങ്ങൾ ഇങ്ങോട്ടൊന്നും പോകേണ്ട പോലും ആവശ്യമില്ല. ജസ്റ്റ് ഇതിനകത്ത് ഈ ഒരു ലെങ്ത് മാത്രം മതി. വരച്ചിട്ട് നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് തന്നെ കിട്ടി. ആ റേഡിയസും ഹൈറ്റും ഈക്വൽ ആണ്. 8 ഗുണം നമ്മുടെ ഓയിൽ നിന്നും Pയിലോട്ട് വരയ്ക്കുന്ന ഈ ഒരു ലൈനിലോട്ട് വരയ്ക്കുന്ന ഇത് 90 ഡിഗ്രി ആണ്. കാര്യം പറഞ്ഞാൽ ഈ റേഡിയസും ടാൻജന്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ്. ഈ 90 ഡിഗ്രി ആണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. സത്യം സ്ക്വയർ ആവണമെന്നുള്ള ആവശ്യമില്ല. ജസ്റ്റ് ആരെങ്കിലും ഇനി OC ഫൈൻഡ് ദ വാല്യൂ ഓഫ് OC എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 4√2 എന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അതുകൂടെ പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻ ഞാൻ എന്ത് മതി? ഹാഫ് ഇൻറ്റു ബേസ് 8 × ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്തോട്ടുള്ള വെർട്ടെക്സിൽ നിന്നുള്ള ആ ഒരു പെർപെൻഡിക്കുലർ ദൂരം 8 × 4 32 പകുതി 16 ആൻസർ കിട്ടും. എക്സാമിന് ഇത്രയും മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ OCയുടെ ലെങ്ത് ചോദിക്കുവാണെങ്കിൽ എന്ത് ചെയ്യാം? അങ്ങനെ പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ അഡ്വാൻസ് മാത്സിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ചിലത് എളുപ്പമായിരിക്കും, ചിലത് പ്രയാസമായിരിക്കും. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ചെയ്തേ. എന്നിട്ട് എൻ്റെ മെത്തേഡുമായിട്ട് എന്ത് ചെയ്യാം? ഒന്ന് കമ്പയർ ചെയ്തു. യെസ്,
യെസ്, ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ ഔട്ടർ റേഡിയസ് ഓഫ് എ സ്പെറിക്കൽ ഷെൽ ഈസ് 9 സെന്റിമീറ്റർ ആൻഡ് ദ തിക്നെസ് ഓഫ് ദ ഷെൽ ഈസ് 1 സെന്റിമീറ്റർ. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ മെറ്റൽ യൂസ്ഡ് ഫോർ ദ ഷെൽ ഇൻ ക്യൂബിക് സെന്റിമീറ്റർ. അപ്പോൾ ഇവിടെ ഈ തിക്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ഒരു സ്പിയർ ആണെങ്കിൽ അതിന് പുറത്തുള്ള റേഡിയസ് ഉണ്ട്. സ്പിയർ ആണെങ്കിൽ 3D ഫിഗർ ആണ്, അകത്തൊരു റേഡിയസ് ഉണ്ട്. അപ്പം അതിൻ്റെ ഉള്ള ആ ഒരു ഡിഫറൻസ് ആയിരിക്കും അകത്തെ റേഡിയസും പുറത്തെ റേഡിയസും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. ഇതിനെയാണ് നമ്മൾ തിക്നെസ് എന്ന് പറയുന്നത്. തിക്നെസ് ടി എന്ന് കൊടുക്കും. അപ്പോൾ പുറത്തുള്ള റേഡിയസ് 9 ആണ്, തിക്നെസ് 1 ആണെന്ന് പറഞ്ഞാൽ അകത്തുള്ള റേഡിയസ് എത്ര ആയിരിക്കും? 9 - 1 8 ആയിരിക്കും. കാര്യം ഇന്നർ റേഡിയസിനെ ഞാൻ സ്മോൾ ആർ എന്നും ഔട്ടർ റേഡിയസിനെ ഞാൻ ക്യാപിറ്റൽ ആർ എന്നും കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ തിക്നെസ് 1 വരണമെന്നുണ്ടെങ്കിൽ റേഡിയസ് ഔട്ടർ റേഡിയസ് എത്ര വന്നേ പറ്റൂ? 9 - 1 8 വന്നേ പറ്റൂ. അങ്ങനെയാണ് ഔട്ടർ റേഡിയസ് മൈനസ് ഇന്നർ റേഡിയസ്, അകത്തുള്ള റേഡിയസ് 9 - 8 1 നമുക്ക് എന്ത് വന്നത്? തിക്നെസ് ആയിട്ട് വന്നത്. ഇനി ഫൈൻഡ് ദ വോളിയം ഓഫ് ദ മെറ്റൽ. അപ്പം നമ്മുടെ വോളിയം ഓഫ് സ്പിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? നമുക്കറിയാം വോളിയം ഓഫ് സ്പിയർ, ഒരു സ്പിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോളം. അതിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 πr³ 4/3 πr³ ആണ്. അപ്പോൾ ഇവിടെ ഇന്നർ റേഡിയസും ഔട്ടർ റേഡിയസും വരുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഹോളോ സ്പിയർ എന്ന് പറയും. ഇന്നർ റേഡിയസ് ഔട്ടർ റേഡിയസ്. അങ്ങനെ ആർ എന്ന് പറഞ്ഞാൽ ഔട്ടർ റേഡിയസ്, പുറത്തുള്ള ഔട്ടർ റേഡിയസ്. സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നർ റേഡിയസ് എന്ന് പറയാം. ഇന്നർ റേഡിയസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വോളിയം ഓഫ് സ്പിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 4/3 π ക്യാപിറ്റൽ R³ മൈനസ് സ്മോൾ r³. ഇവിടെ ആറും വരും. ഇതാണ് നമ്മുടെ ആ ഒരു സ്പിയർ ഉണ്ടാക്കാൻ ആയിട്ടുള്ള ആ ഒരു മെറ്റലിൻ്റെ വോളിയം എന്ന് പറയുന്നത്. നമുക്ക് ആൻസർ എക്സാമിൽ നിങ്ങൾ ഇത്രയും ചെയ്തത്. എക്സാമിൽ തന്നെ ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ആൻസർ പറഞ്ഞാൽ 4/3 π 22/7 കൊടുക്കാൻ പറഞ്ഞു. πr³. ഇവിടെ നമുക്ക് ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ 9 ആണ്, സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ 9ന്റെ ക്യൂബ് മൈനസ് 8ന്റെ ക്യൂബ് എഴുതാം. 4/3 22/7 9ന്റെ ക്യൂബ് മൈനസ് 8ന്റെ ക്യൂബ്. 9ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എല്ലാം പഠിക്കണം. 729. 8ന്റെ ക്യൂബ് 512. അപ്പോൾ 729ഉം 512ഉം എത്രയാണ്? 17. 217 ഡിഫറൻസ്. അപ്പോൾ ഇതായിരിക്കണം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്യാം. വേറെ കോമൺ ആയിട്ടുള്ളത് ഒന്നുമില്ല. യെസ്, നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേഷൻ ചെയ്യാം. ഈക്വൽ ടു ഇതിന്റെ കാൽക്കുലേഷനിലുള്ള ഏറ്റവും എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എന്തുണ്ട്? മേളിൽ 22 ഉണ്ട്. അത് ആൻസർ 11ന്റെ മൾട്ടിപ്പിൾ. ന്യൂമറേറ്ററിൽ വരുന്ന സാധനം മൾട്ടിപ്പിൾ ചെയ്യുന്ന സമയത്ത് 11ന്റെ മൾട്ടിപ്പിൾ വരും. അപ്പം അങ്ങനെ 11ന്റെ മൾട്ടിപ്പിൾ വന്നാൽ പോലെ ഈ ഒരു നമ്പറിനെ നമ്മൾ വലുതാക്കി എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നത്? 912 × 3 + 2 ഡിവൈഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 915 × 3 + 1 + 3/3. ഇവിടെ 900 എനിക്കൊന്ന് ഇവിടെ 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, 7 വെച്ച് കിട്ടുമ്പോൾ ഇവിടെ 3ഉം ഇവിടെ 1 31. ഈ കാൽക്കുലേഷൻ ചെയ്യാവുന്നതായിരുന്നല്ലേ? 11ന്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യുന്നതിനൊക്കെ നല്ല എനിക്കൊന്ന് കാൽക്കുലേഷൻ ചെയ്യാം. കാര്യം അത് 7ന്റെ മൾട്ടിപ്പിൾ ആണ്, പ്രശ്നമില്ല. ഇത് ചിലർക്ക് ഡൗട്ട് തോന്നും, എന്തുകൊണ്ടാണ് ഇത് പെട്ടെന്ന് 7ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് മനസ്സിലായത്, എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ വെട്ടി ചെയ്തത്? അപ്പോൾ അത് ഡെയിലി ഞാൻ ചെയ്യാൻ പറഞ്ഞ കാൽക്കുലേഷൻ എക്സസൈസ് നിങ്ങൾ എത്രത്തോളം ഭംഗിയായിട്ട് എത്ര നാൾ ചെയ്യുന്നു, അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ സമയത്തായിരിക്കും ഈ ഒരു സംഭവങ്ങൾ കിട്ടുന്നത്. അപ്പോൾ അത് ചെയ്താൽ മാത്രമേ ഇങ്ങനെ ഫാസ്റ്റായിട്ട് കാൽക്കുലേഷൻ, അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ 7ന്റെ മൾട്ടിപ്പിൾ ആണ് ഈ ഒരു നമ്പർ. 7 കൊണ്ട് കിട്ടുമ്പോൾ ഇവിടെ 21-നകത്ത് 3 വട്ടം, 7 7-നകത്ത് 1 വട്ടം, 31 × 7 ആണ് 217 എന്ന് മനസ്സിൽ തന്നെ വരും. പക്ഷെ അതിന് ചെയ്യേണ്ടി വരും, ഡെയിലി അത് എഴുതേണ്ടി വരും. അതൊരു നല്ല പ്രോസസ്സാണ്. അപ്പം നമുക്ക് ചെയ്യാം. അപ്പോൾ എത്ര വരും? ഇനി കാൽക്കുലേഷൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ? ആൻസർ എന്ന് പറഞ്ഞാൽ 4 × 22. യെസ്, ഞാൻ 11 കൊണ്ട് മൾട്ടിപ്ലൈ ആണല്ലോ എളുപ്പവഴി. ഓൾറെഡി പറഞ്ഞു തന്നിട്ടുള്ളതാണ്, ഇവിടെ ഒന്നുകൂടെ പറയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 4 × 22 11നെ മാറ്റി വെച്ചു, എന്നിട്ട് 4 × 2 8 ×
31 ഡിവൈഡ് ബൈ 3. 11 ഗുണം 8 ഗുണം 31 എത്ര? 248. 248 ബൈ 3. 11 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഒരു നമ്പറിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ എന്താ ചെയ്യേണ്ടതെന്ന് കാണിക്കട്ടെ. ലാസ്റ്റ് ഡീറ്റ് അതേപോലെ എഴുതാം 8. അടുത്ത 2 ഡീറ്റ് കൂടെ കൂട്ടുക. 4 2 4 8 4 12 2 എഴുതി ഒരു ഡീറ്റ് എഴുതുക. ശിഷ്ടം 1 ആണ്. അടുത്ത 2 കൂടെ കൂട്ടുക. 4 2 6 6 1 അതിൻ്റെ കൂടെ 1 കൂട്ടുക. ശിഷ്ടം 7. എത്രയാണോ ലാസ്റ്റ് നമ്പർ അത് അതേപോലെ എഴുതാം. 2728. ഇവിടെ 2728 ഡിവൈഡ് ബൈ 3. 27-നകത്ത് 3 9 വട്ടം. ബാക്കി 2-നകത്ത് 3 പറ്റത്തില്ല, ഒരു 0 ഇട്ടു. 28-നകത്ത് 3 9 വട്ടം. ശിഷ്ടം 1. 909 1/3. ഓപ്ഷൻ സി നമുക്ക് ആൻസർ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ എക്സാമിന് എങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത്? കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ളതാണ്. എൻ്റെ ക്ലാസ് എത്ര കാണുന്നു, എത്ര ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യുന്ന കാണുന്നു, നിങ്ങളുടെ കാൽക്കുലേഷൻ ഇമ്പ്രൂവ് ആയി വരും. സ്വന്തമായിട്ടുകൂടെ സെൽഫായിട്ടും കൂടെ എക്സസൈസും കാൽക്കുലേഷൻസ് ഒക്കെ എഴുതി ചെയ്താൽ മാത്രമേ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. ക്ലാസ് മാത്രം കണ്ടതുകൊണ്ട് കാര്യമില്ല, സ്വന്തമായിട്ട് എഴുതി തന്നെ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ നമ്മൾ ചെയ്യുന്നത്? വോളിയം നമുക്ക് എന്ത് ചെയ്യാം? 4/3. പൈക്ക് വരാൻ 22/7. ഒരിക്കലും അവിടെ പോയിട്ട് ഇത്രയും ഫോർമുല ഒന്നും എഴുതി വെക്കരുത്. ഡയറക്റ്റ് ആൻസർ ഞാൻ പറഞ്ഞു, പഠിച്ചിട്ട് പോയിട്ട് നമ്മുടെ പെർഫോമൻസ് ആണ് അവിടെ ചെയ്യേണ്ടത്. പെർഫോമാണ് അവിടെ ചെയ്യേണ്ടത്. 4/3 പൈ r ക്യൂബ് 9 ക്യൂബ് 729 മൈനസ് 512. 729 മൈനസ് 512. 512 കൂടെ ഇതൊക്കെ കാൽക്കുലേഷൻ സ്പീഡിൽ ചെയ്യാൻ ആ ഒരു ഡെയിലി എക്സസൈസ് ചെയ്താൽ 729 മൈനസ് 512 ഒക്കെ മനസ്സ് ചെയ്യാം. 512 12 എത്ര കൂട്ടിയാൽ 29 വരും? 17 കൂട്ടണം. 529 ആക്കാൻ 17 കൂട്ടിയാൽ മതി 512. പിന്നെ 200 കൂട്ടണം. അതായത് 217 ആണ് ഇവിടെ വരുന്നത്. കാണുമ്പോൾ തന്നെ ഇത് 7ന്റെ മൾട്ടിപ്പിൾ ആണ്. 31. കാൽക്കുലേഷൻ ചെയ്യണം. 88 8 11 മാറ്റി വെച്ചു. 8 ഗുണം 31 248. 248 ഗുണം 11 ആണ് വേണ്ടത്. 8 2 1 6 7 2 2228. ഈ മെത്തേഡ് വഴി നമ്മൾ ചെയ്തു. ഒക്കെ ഞാൻ ഓൾറെഡി പഠിപ്പിച്ചിട്ടുള്ളതാണ് യൂട്യൂബിൽ തന്നെ. ഡിവൈഡഡ് ബൈ 3 9 0 9 1/3. ഇത്രയും കാര്യം എഴുതി തന്നെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാം. പക്ഷെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തുണ്ട്? ഈ ഒരു കാര്യങ്ങളെല്ലാം, ഈ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ സ്റ്റേബിളായിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് മിക്സഡായിട്ട് ക്വസ്റ്റ്യൻസ് എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിൻ്റെ എല്ലാം കൺസെപ്റ്റ് വൈസ് നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നല്ല രീതിയിൽ തന്നെ പഠിക്കാം. PSC വന്ന ഒരുപാട് പേര് കാണും. അവർ നന്നായിട്ട് ശ്രദ്ധിച്ച് മാത്സ് പഠിക്കുക. PSC ലെവലുള്ള മാത്സ് അല്ല, അതും PSCയുടെ സമയമല്ല. PSCക്ക് നിങ്ങൾ OMR ചെയ്യുന്ന രീതിയിലല്ല. ഇതിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതിൻ്റെയൊക്കെ എക്സാംസ് നിങ്ങൾ എഴുതിയിരിക്കണം. എക്സാമിന് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ഡെയിലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പോകണം. ഒരിക്കലും നിങ്ങൾ പേപ്പറും പേനയും വെച്ച് മാത്രം എക്സാം എഴുതിക്കൊണ്ടിരിക്കരുത്. ഓൺലൈനായിട്ട് എക്സാം എഴുതി പഠിക്കണം. ഓക്കെ, അടുത്തത് ഒരു അരിത്തമെറ്റിക്കലൊരു ക്വസ്റ്റ്യൻ. നമ്മളുടെ ഏജസ് എന്ന് പറയുന്ന ടോപ്പിക്കിലൊരു ക്വസ്റ്റ്യൻ. പേജസിൻ്റെ ക്ലാസ് ഓൾറെഡി റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരുപാട് ക്ലാസ്സുകളായിട്ട് ചെയ്തിട്ടുണ്ട്. SSCക്ക് വേണ്ടിയാണ് ചെയ്തത് എന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിലെടുത്ത് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് ഏജസിൻ്റെ പ്രോബ്ലംസ് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. ആ ഒരു ടോപ്പിക് നെയിം എടുക്കുക. പേജസ് ആണെങ്കിൽ ഏജസ് ദിശ അക്കാഡമി സെർച്ച് ചെയ്യുക, ക്ലാസ്സുകൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും കാര്യം എന്താണെന്നുള്ള കാര്യം മനസ്സിലാവും. ഞാൻ ഈ ഒരു എക്സ്പ്രസിൽ സീരീസിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു 12 മിനിറ്റിൽ 10 ക്വസ്റ്റ്യൻ എന്തോ ചെയ്തു. അപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ടാണ് ചെയ്തത്. കുറേ പേർക്ക് അത് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാരണം ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കൊണ്ടാണ്. മുന്നത്തെ ക്ലാസ്സുകൾ നിങ്ങൾ കാണാത്തത് കൊണ്ടാണ്. കുഴപ്പമില്ല, നമുക്ക് മുന്നത്തെ ക്ലാസ്സുകൾ വേണ്ട. ഫ്രഷ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാം? പഠിക്കാം. കൺസെപ്റ്റ് വെച്ച് പഠിക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റുമോ നോക്കേ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇന്ന് ചെയ്ത ആദ്യത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും കുറേ പേര് ആൻസർ പറഞ്ഞു. വെരി ഗുഡ്. പിന്നെ ഞാൻ എന്ത് ചെയ്യാം? ഹോംവർക്കായിട്ട് ക്വസ്റ്റ്യൻസ് തരാം. ഇത് ചെയ്യാൻ പറ്റുമോ നോക്കേ. നോക്കേ.
5 years ago, ages of father and his son were in the ratio 7:2. 7:2 അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 5 വർഷം മുന്നേ. 5 വർഷം കഴിഞ്ഞിട്ട് 5 years hence എന്ന് പറഞ്ഞാൽ എന്താ? 5 വർഷം കഴിഞ്ഞിട്ട്. hence എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ട്. Ages of the father and his son will be in the ratio 9:4. After how many years will the father's age will be twice the age of his son? ഇപ്പം എന്ത് ചെയ്യണം? നമ്മൾ ഇപ്പോഴത്തെ ഫാദറിൻ്റെയും സണ്ണിൻ്റെയും വയസ്സ് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് എഴുതാം 7:2 ഫാദറിൻ്റെയും സണ്ണിൻ്റെയും ഏജിൻ്റെ റേഷ്യോ അല്ലെങ്കിൽ റിലേഷൻ എപ്പോഴും 5 വർഷം മുന്നേ. 5 years ago. 5 years hence. ഇത് പ്രസന്റ് ഇപ്പോഴത്തുള്ള കാലം ഇവിടെ ഉണ്ട്, ഇപ്പോഴത്തുള്ള റേഷ്യോ ഇവിടെ ഉണ്ട്, ഇപ്പോഴത്തുള്ള സമയം ഇവിടെ ഉണ്ട്. അതും കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ട്. ഇത് 5 years hence എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞിട്ട് ഏജസ് ഓഫ് ഫാദർ ആൻഡ് ഹിസ് സൺ എത്രയാണ്? 9:4. ഫാദർ 9 ആണെങ്കിൽ സൺ എത്രയാണ്? 4 ആണ്. എത്ര സമയം കഴിഞ്ഞ് എന്ത് ചെയ്യാം? ഫാദറിന്റെ ഏജ് സണ്ണിന്റെ ഏജിന്റെ ഇരട്ടിയാവും ഇപ്പോഴത്തെ സമയത്ത്. അപ്പൊ നമ്മൾ ഏജസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഒറ്റ കാര്യം നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ഏജസ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഏജസ് അല്ലെങ്കിൽ ഏജ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ഏജ് ഓഫ് ടു പീപ്പിൾ. ഏജ് ഓഫ് ടു persons will be constant. അതായത് ഇപ്പൊ ഞാനും എൻ്റെ അനുജനും തമ്മിൽ 3 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിന് 50 വർഷം കഴിഞ്ഞാലും ഞാനും അവനും തമ്മിൽ എത്ര വയസ്സിന്റെ ഡിഫറൻസേ കാണും? 3 വയസ്സിന്റെ ഡിഫറൻസേ കാണും. അപ്പൊ എന്തായിരിക്കണം? വയസ്സിന്റെ ഡിഫറൻസ് സെയിം ആയിരിക്കണം. അപ്പൊ ഇവിടെ ആദ്യത്തെ കേസിൽ എത്രയാണ് വയസ്സിന്റെ ഡിഫറൻസ് വരുന്നത്? 7 യൂണിറ്റും 2 യൂണിറ്റ് 5 യൂണിറ്റ് ഡിഫറൻസ് ആയിരുന്നു. ഇവിടെ എത്ര യൂണിറ്റ് ഡിഫറൻസ് വരുന്നത്? 9 4 തമ്മിൽ 5 യൂണിറ്റ് ഡിഫറൻസ് ആവും. ഇവിടെ എന്താണ്? രണ്ടിടത്തും ഡിഫറൻസിന്റെ റേഷ്യോയിലുള്ള ഡിഫറൻസ് എന്ത് തന്നെയാണ്? സെയിം തന്നെ. അങ്ങനെ സെയിം അല്ലെങ്കിൽ സെയിം ആക്കണം. അപ്പൊ അങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് ഏജസിന്റെ റെയിൽവേയുടെ ക്ലാസ്സിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് ദയവായിട്ട് എടുത്ത് കണ്ട് പഠിക്കുക. ഇവിടെ നമുക്ക് എന്ത് പറയാം? ഇവിടെ എന്തായി? നമ്മളുടെ ആ ഒരു ഡിഫറൻസ് സെയിം ആക്കി. ഇനി നമുക്ക് ധൈര്യമായിട്ട് പറയാം റേഷ്യോയിലുള്ള വാല്യൂവും ഒറിജിനലുള്ള വാല്യൂ ആയിട്ട് നമുക്ക് ഒറിജിനലിലെ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യാം. ഇവിടെ 7 നിന്നും ഫാദറിന്റെ വയസ്സ് 7 യൂണിറ്റിൽ നിന്നും 9 യൂണിറ്റിലോട്ട് പോയി. എന്തുകൊണ്ടാണ്? നമ്മുടെ ഇവിടുത്തെ ഡിഫറൻസ് സെയിം ആണ്. 7 നിന്നും 9 പോയപ്പോൾ ഇത് റേഷ്യോയിലെ വാല്യൂ ആണ്. റേഷ്യോയിൽ എത്ര കൂടിയത്? 2 യൂണിറ്റ് വാല്യൂ കൂടി. അപ്പൊ റേഷ്യോയിലെ 2 യൂണിറ്റിനെ ഞങ്ങളുടെ സർക്കിൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. റേഷ്യോയിലെ 2 യൂണിറ്റ് വാല്യൂ ആണ്. ഒറിജിനലിൽ എത്ര? ഇവിടെ 5 വർഷം മുന്നേയും 5 വർഷത്തിന് ശേഷം. അപ്പോൾ 5 വർഷം മുന്നിൽ നിന്നും പ്രസന്റിലോട്ട് ഒരു 5 വർഷം എടുത്തു. അവിടെ നിന്നും 5 വർഷം മുന്നിലോട്ട് പോകാൻ 5 വർഷം കഴിഞ്ഞ് പോകാൻ 5 വർഷം എടുത്തു. അപ്പൊ 5 5 10 വർഷത്തിന്റെ ഗ്യാപ്പാണ് ഉള്ളത്. അപ്പൊ നമുക്ക് റേഷ്യോയിലെ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 10 വയസ്സാണ്. അല്ലെങ്കിൽ റേഷ്യോയിലെ എല്ലാത്തിനെയും 5 കൊണ്ടാണ് ഗുണിച്ചിരിക്കുന്നത്. റേഷ്യോയിലെ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 വയസ്സ്. അപ്പൊ നമുക്ക് റേഷ്യോയിലെ 7 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 ഗുണം 5 35 വയസ്സ്. 2 എന്ന് പറഞ്ഞാൽ 2 ഗുണം 5 10 വയസ്സ്. മനസ്സിലായി പറഞ്ഞത്? റേഷ്യോയിലെ 2 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പൊ റേഷ്യോയിലെ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 വർഷമാണ്. ഇവിടെ 7 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 7 ഗുണം 5 35, 2 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2 ഗുണം 5 10 ആണ്. ഇതെപ്പോഴാണ്? 5 വർഷം കഴിഞ്ഞിട്ടുള്ള മുമ്പേ ഉള്ള വയസ്സാണ്. ഇപ്പോഴത്തെ പ്രസന്റ് വയസ്സ് എത്ര ആയിരിക്കും? ഇതിന്റെ കൂടെ 5 കൂട്ടുക. ഇവിടെ 15 വയസ്സ്, ഇവിടെ 40. ഇവിടെ നോക്കാം ഫാദറിന്റെയും സണ്ണിന്റെയും. ഇത് ഫാദറാണ്, സണ്ണാണ്. ഫാദറിന്റെ സണ്ണിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? 40ഉം 15ഉം ആണ്. അപ്പൊ എത്ര വർഷം കഴിഞ്ഞിട്ട് ഫാദറിന്റെ വയസ്സ് നമ്മുടെ പയ്യന്റെ വയസ്സിന്റെ ഇരട്ടിയാവും? ഓപ്ഷൻ വഴി നോക്കാം. 8 വർഷം കഴിയുമ്പോൾ ഫാദറിന് 48 ആവും, പയ്യന് 23 ആവും. 23ന്റെ ഇരട്ടിയല്ല 48. ഓപ്ഷൻ എ അല്ല നമ്മുടെ ആൻസർ. 12 വർഷം കഴിയുമ്പോൾ ഫാദറിന് 52 ആവും, ഇവന് 27 ആവും. 27ന്റെ ഇരട്ടിയല്ല 52. 9 വർഷം കഴിയുമ്പോൾ ഫാദറിന് 49 ആവും, ഇവന് 24 ആവും. 24ന്റെ ഇരട്ടിയല്ല 49. ഇതുമല്ല. ഓപ്ഷൻ ഡി മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് നോക്കാം. 40 വയസ്സാണ് ഇപ്പോൾ ഉള്ളത്. 10 വർഷം കഴിയുമ്പോൾ ഫാദറിന് 50 വയസ്സാവും, സണ്ണിന് 10 വർഷം കഴിയുമ്പോൾ 25 വയസ്സാവും. 25 ഇരട്ടി തന്നെയാണ് എത്ര എന്ന് പറയുന്നത്? 50 എന്ന് പറയുന്നത്. അപ്പൊ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഒരു ഓപ്ഷനാണ് കറക്റ്റ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ
ഡീറ്റെയിൽ ആയിട്ടുള്ള സൊല്യൂഷൻ പറയും. ഇനി എക്സാം മെത്തേഡിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിത് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് എക്സാം മെത്തേഡിൽ മാത്രമായിട്ട് എന്ത് ചെയ്യാം, ക്വസ്റ്റിൻ്റെ സൊല്യൂഷൻ നമുക്ക് ചെയ്യാം. ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 7:2 ആയിരുന്നുള്ളത് 9:4 ആണ് ആയത്. ഇവിടെ ഡിഫറൻസ് സെയിം ആയതുകൊണ്ട് 2 യൂണിറ്റ് 10ന്റെ വാല്യൂ ആണ്. അപ്പോൾ ഏത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 9:4 ഇത് കണ്ടുപിടിക്കാം. ഒറിജിനൽ കിട്ടാൻ വേണ്ടി ബാക്കിലോട്ട് കുറയ്ക്കേണ്ടി വരും. 7 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 14ഉം 2 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 7 യൂണിറ്റ് പറഞ്ഞാൽ 35ഉം ഇവിടെ 10ഉമാണ്. ഇപ്പോഴത്തെ വയസ്സ് 40ഉം 15ഉമാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഓപ്ഷൻ വഴി ചെക്ക് ചെയ്തു. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അടിപൊളിയായിട്ടുള്ള വഴി എന്ന് പറയുന്നത്. അടുത്തൊരു സിംപ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സ്വന്തമായിട്ടും ചെയ്തിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്നൊന്ന് പറഞ്ഞ്. ചെയ്തിട്ട് പറഞ്ഞേ. നമുക്ക് ചെയ്യാം. സിംപ്ലിഫൈ ചെയ്ത ഫോളോയിങ് എക്സ്പ്രഷൻ. ഇവിടെ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ഡിവിഷൻ ചെയ്തു. അപ്പോൾ 12 - 6/2 ഡിവിഷനാണ് ആദ്യം ചെയ്യേണ്ടത്. ബോർഡ് മാസ് റൂൾ വെച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതായിരുന്നു. 6/2 3 പ്ലസ് 4 ഡിവൈഡ് ബൈ 3 സ്ക്വയർ 9 ഇൻറ്റു 3. 9 × 3 ചെയ്തിരിക്കണം. 9 × 3 എത്രയാണ്, 27 -7 പ്ലസ് 6. 12 നിന്നും 4 3 ഇത് 12 4 16. 16 നിന്നും 3 കുറയ്ക്കണം. 13 മേളിൽ വരും. താഴെ എന്ത് വരും, 27 നിന്നും 27 33. 33 നിന്ന് 7 കുറയ്ക്കണം. 33 നിന്നും 7 കുറച്ചാൽ 26. അതായത് 13/26 1/2 നമുക്ക് ആൻസർ കൊടുക്കാം. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പഠിക്കണം. കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇതേ കാര്യം തന്നെ കുറേ കാര്യങ്ങൾ മൈൻഡിൽ ചെയ്യും. മൈൻഡിൽ ചെയ്യണമെങ്കിൽ ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യണം. 12 - 6/2 3 -3 4 കൂട്ടുമ്പോൾ 4 എത്രയാണ്, 1. 13 12 1 13 ഡിവൈഡഡ് ബൈ 9 3 27. 27 നിന്ന് 7 കുറച്ചാൽ 20. 20 പ്ലസ് 6 26. 13/26 എന്ന് പറയുമ്പോൾ 1/2 ആണ്. ഇത്ര എഴുതാതെ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ആദ്യമൊക്കെ പഠിച്ചു തുടങ്ങി വരുന്നവർക്ക് പാടായിരിക്കും എഴുതാതെ ചെയ്യാൻ. പക്ഷെ പ്രാക്ടീസ് മാത്രമാണ് നിങ്ങളുടെ ജോലിയിലോട്ടുള്ള വഴി എന്ന് പറയുന്നത്. എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണോ അതിനുള്ള കണ്ടന്റുകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ ചാനലിലുണ്ട്. വേറെ എവിടെയും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത്രയും ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യണം. ഹാർഡ് വർക്കിനെ തോൽപ്പിക്കാനായിട്ട് ഒരു കാര്യമില്ല. എത്ര ടാലൻ്റ് ഉള്ളവരും ഹാർഡ് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ പിന്നിലായിരിക്കും. അതാണ് ഈ ഒരു എക്സാമിൻ്റെ ഒരു പ്രത്യേകത. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കുകയും വേണം, അതുപോലെ നല്ല പ്രാക്ടീസും വേണം. 1/2 ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ, y = cube root of 6 - 4. Then what is the value of y cube plus 12y² plus 48y plus 100? വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ പ്രീവിയസ് ആണ്, NTPCക്ക് തന്നെ വന്നിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തിട്ട് ആൻസർ ഹോംവർക്കായിട്ട് ദയവായിട്ട് നിങ്ങൾ ഇത്രയും ക്ലാസ് കണ്ട് മനസ്സിലായി എന്നുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് പറയാം. ഇതിൻ്റെ ആൻസറും പറയുക, അതുപോലെ തന്നെ ക്ലാസ്സിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, എങ്ങനെയാണ് ഉള്ള കാര്യങ്ങൾ ഫീഡ്ബാക്ക് പറയുക. മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, വാട്സാപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക. ക്ലാസ്സുകളെല്ലാം കാണുക. SSC ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. എല്ലാ ക്ലാസ്സുകളും കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ സൊല്യൂഷനും ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, താങ്ക് യു. All the best.